സഭാപ്രസംഗകൻ 6. സൂര്യനു കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല. അതിന് സ്വസ്ഥതയുണ്ട്. അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്. ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്ത് നേട്ടം? കൺമുമ്പിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യന് ഇതിലെന്ത് മേന്മ? നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളതെന്താണെന്ന് ആര് അറിയുന്നു? സൂര്യനു കീഴെ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും? സഭാപ്രസംഗകൻ 7. വിവിധ ചിന്തകൾ. മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും. ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്. അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും. ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ്, മൂഢന്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും. ഭോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത്. കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിര കത്തുന്നത് പോലെയാണ് ഭോഷന്റെ ചിരി. ഇതും മിഥ്യ തന്നെ. മർദ്ദനം ജ്ഞാനിയെ ഭോഷനാക്കും നിശ്ചയം. കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു. എന്തിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം. അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ്. ക്ഷിപ്രകോപമരുത്. കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞ കാലം ഇന്നത്തേക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത്. ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം. ജ്ഞാനം പിതൃസ്വത്തുപോലെ ശ്രേഷ്ഠമാണ്. ജീവിക്കുന്നവർക്ക് അത് ഉപകരിക്കും. ധനം പരിരക്ഷ നൽകുന്നത് പോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു. ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം. ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ചിന്തിക്കൂ. അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്ക് സാധിക്കും? സുഭിക്ഷതയിൽ സന്തോഷിക്കുക, വിപത്തിൽ പര്യാലോചിക്കുക. രണ്ടും ഒരുക്കിയത് ദൈവമാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു. നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട്. തിന്മ ചെയ്തിട്ടും ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അമിത നീതിയോ അമിത ജ്ഞാനമോ അരുത്. നീ എന്തിന് നിന്നെ തന്നെ നശിപ്പിക്കുന്നു? പരമദുഷ്ടനോ മൂഢനോ ആകരുത്. കാലമെത്താതെ നീ മരിക്കുന്നതെന്തിന്? ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം.
ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും. നഗരത്തിലെ 10 ഭരണാധിപന്മാരെക്കാൾ ശക്തി ജ്ഞാനം ജ്ഞാനിക്ക് പകർന്നു കൊടുക്കുന്നു. ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്ന് വരും. നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം. ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജ്ഞാനിയായിരിക്കും. എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരിക്കും! യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ്! ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും? ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ഭോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു. മരണത്തേക്കാൾ കയ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ്, കൈകൾ ചങ്ങലയും. ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും, എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും. സഭാപ്രസംഗകൻ പറയുന്നു, എൻ്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു. അല്പാൽപമായി അറിഞ്ഞതിൻ്റെ ആകെ തുകയാണിത്. എൻ്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത്. 1000-ൽ ഞാൻ പുരുഷനായി കണ്ടു, എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. ഞാൻ കണ്ടത് ഇതാണ്: ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ 8. ജ്ഞാനിയും രാജാവും. ജ്ഞാനിയെപ്പോലെ ആരുണ്ട്? പൊരുളറിയുന്നവൻ ആരുണ്ട്? ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു, പരുഷഭാവത്തെ അകറ്റുന്നു. ദൈവനാമത്തിൽ ചെയ്ത ശപഥമോർത്ത് രാജകൽപ്പന പാലിക്കുക. അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക. യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ്. അവൻ്റെ വാക്ക് അന്തിമമാണ്. നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആര് മുതിരും? കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ജ്ഞാനി തക്ക സമയത്ത് വഴിയും അറിയുന്നു. മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട്. ഭാവി അവന് അജ്ഞാതമാണ്. അത് എങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? യുദ്ധസേവനത്തിൽ നിന്ന് വിടുതൽ ഇല്ല. ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല. മനുഷ്യന്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത്. ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ. ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ. ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരുന്നു. ഇതും മിഥ്യ തന്നെ. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു. 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. നീചന് നന്മ കൈവരുകയില്ല. ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ്. ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല. ഇത് സൂര്യനു കീഴെ
ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവനെ തുണയ്ക്കും. ജ്ഞാനത്തെ അറിയാനും മനുഷ്യന്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപകൽ വിശ്രമമെന്യേ പരിശ്രമിച്ചു. അപ്പോൾ കണ്ടത് ദൈവത്തിന്റെ കരവേലകളാണ്. സൂര്യനു കീഴെ നടക്കുന്ന പ്രവർത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ്. എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല. അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അതവന് അതീതമത്രേ. സഭാപ്രസംഗകൻ 9. നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു. അത് സ്നേഹപൂർവമോ ദ്വേഷപൂർവമോ എന്ന് മനുഷ്യൻ അറിയുന്നില്ല. അവന്റെ മുൻപിലുള്ളതെല്ലാം മിഥ്യയാണ്. എന്നാൽ നീതിമാനും നീചനും സന്മാർഗിയും ദുർമാർഗിയും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും അർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശപഥം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നു തന്നെ. എല്ലാവർക്കും ഒരേ ഗതി വന്നു ചേരുന്നത് സൂര്യനു കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ്. മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ അവൻ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവർ മൃതലോകത്തിൽ എത്തുന്നു. എന്നാൽ ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട്. ജീവനുള്ള നായ് ചത്ത സിംഹത്തേക്കാൾ ഭേദമാണല്ലോ. കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന്. മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല. അവർക്ക് ഒരു പ്രതിഫലവും ഇനിയില്ല. അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു കഴിഞ്ഞു. സൂര്യനു കീഴെ ഒന്നിലും അവർക്ക് ഇനിമേൽ ഓഹരിയില്ല. പോയി സന്തോഷത്തോടുകൂടി അപ്പം ഭക്ഷിക്കുക, ആഹ്ലാദഭരിതനായി വീഞ്ഞു കുടിക്കുക. കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ. നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്. സൂര്യനു കീഴെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ആസ്വദിക്കുക. കാരണം അത് നിന്റെ ജീവിതത്തിൻ്റെയും സൂര്യനു കീഴെ നീ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെയും ഓഹരിയാണ്. ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക. എന്തെന്നാൽ നീ ചെന്നു ചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ ജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല. സൂര്യനു കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. മത്സ്യം വലയിൽ പെടുന്നതുപോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നതുപോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കൊടുക്കുന്നു. ജ്ഞാനിയും ഭോഷനും. സൂര്യനു കീഴെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു. ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അവിടെ നിർധനനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല. ദരിദ്രന്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവന്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു. മൂഢന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ. ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം. എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതിയാകും. സഭാപ്രസംഗകൻ 10. ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു. അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വ് കാണിക്കുന്നു. മൂഢൻ വഴിയെ നടന്നാൽ മതി. അല്പബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തും. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം.
വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. സൂര്യനു കീഴെ ഞാനൊരു തിന്മ കണ്ടു. രാജാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റ്. ഭോഷൻ ഉന്നത സ്ഥാനത്തെത്തുന്നു. സമ്പന്നർ താണതലങ്ങളിലിരിക്കുന്നു. അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെ പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ചുമര് പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും. കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് തന്നെ മുറിവേൽക്കും. വിറക് കീറുന്നവന് അതിൽ നിന്ന് അപകടം ഭവിക്കും. മുന തേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു. മെരുക്കുന്നതിന് മുൻപ് സർപ്പം ദംശിച്ചാൽ പാമ്പാട്ടിയെ കൊണ്ട് പ്രയോജനമില്ല. ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ്. ഭോഷന്റെ അധരം അവനെ തന്നെ ഗ്രസിക്കുന്നു. അവന്റെ മൊഴികളുടെ ആരംഭം വിഡ്ഢിത്തമാണ്. സംസാരത്തിന്റെ അവസാനം തനി ഭ്രാന്തും. തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. നഗരത്തിലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെട്ട് ഭോഷൻ തളരുന്നു. ശിശു ഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസ്സിൽ വിരുന്നുണ്ണുകയും ചെയ്യുന്ന രാജ്യമേ നിനക്ക് ഹാ കഷ്ടം. അഭിജാത്യമുള്ള രാജാവിനെ ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത്. അവിടെ രാജകുമാരന്മാർ ശക്തിയാർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല, ഉചിത സമയത്ത് മാത്രം വിരുന്നു നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത്. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും. അവൻ അലസനായാൽ പുര ചോരും. അപ്പമുണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ്. വീഞ്ഞ് ജീവിതത്തിന് ആനന്ദം പകരുന്നു. എന്നാൽ എല്ലാറ്റിനും പണം വേണം. രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത്. ഉറക്കറയിൽ പോലും ധനവാനെയും ആകാശപ്പറവകൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും. ഏതെങ്കിലും പദത്രിജാതി അക്കാര്യം ഉതിർത്തെന്നു വരും. സഭാപ്രസംഗകൻ 11. വിവേകപൂർവം പ്രവർത്തിക്കുക. അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക. പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും. 7 8 കാര്യങ്ങളിൽ ധനം മുടക്കുക. ഭൂമിയിൽ എന്തു തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു. തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്തു തന്നെ കിടക്കും. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല. രാവിലെ വിത്ത് വിതയ്ക്കുക. വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാകുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്നു നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം സുഖദമാണ്. സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ്. ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ. എന്നാൽ അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ നിരവധിയായിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ. വരുന്നതെല്ലാം മിഥ്യയാണ്. യുവത്വവും വാർദ്ധക്യവും. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക. ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക. യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥ്യയാണ്. സഭാപ്രസംഗകൻ 12. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും. വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആള് കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും.
തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും. മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും. ഗായകരുടെ ശബ്ദം താഴും. ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. ബദാംവൃക്ഷം തളിർക്കും. പച്ചക്കുതിര ഇഴയും. ആശ അറ്റുപോകും. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും. കനകപാത്രങ്ങൾ തകരും. അരുവിയിൽ വെച്ച് കുടം ഉടയും. നീർത്തൊട്ടിയുടെ ചക്രം തകരും. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ പറയുന്നു, മിഥ്യകളിൽ മിഥ്യ, സമസ്തവും മിഥ്യ. ഉപസംഹാരം: സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു. കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിലടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു. ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനിയുടെ വാക്കുകൾ ഇടയന്റെ വടി പോലെയാണ്. ഇടയന്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ്. മകനെ, ഇതിലപ്പുറമുള്ള സകലതിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം. നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല. അധ്യാനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും. പരിസമാപ്തി ഇതാണ്: എല്ലാം കേട്ടുകഴിഞ്ഞതു തന്നെ. ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും.